நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാധവ സാറിന്റെ കൂട്ടുകാരനാ. എനിക്കൊരു പരാതി തരാനുണ്ടായിരുന്നു. എന്താ കേസ്? എന്റെ മോളെ ഒരുത്തൻ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. എല്ലാ വിവരങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ശരി, ഓക്കെ. തരൂ. എന്താ സാർ ഇത്? ആരാ? എന്താ? ഞങ്ങൾ വിജിലൻസിൽ നിന്നാണ്. ഇവിടെ ഒരു ഓഫീസർ കൈക്കൂലി കിട്ടാതെ അന്വേഷണം നടത്തില്ല എന്നൊരു പരാതി ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു സ്റ്റിംഗ് ഓപ്പറേഷനാണിത്. കർത്താവേ, ആരാ സാർ ആ ഓഫീസർ? ഫ്രാൻസ് സാറായിരിക്കും. അല്ല, മഞ്ജു മാധവൻ. കയ്യിലിരിക്കുന്ന കാശ് കണ്ടില്ലേ ജോസഫ്? ആ ടെസ്റ്റ് നടത്ത്. അതിങ്ങത്താ, ഇതിൽ കൈമുക്ക്. അപ്പോ എല്ലാത്തിനും തെളിവായി. സർ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇയാളാണ്. തനിക്ക് പറയാനുള്ളത് കോടതി പറഞ്ഞാ മതി. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം കഴിയുന്നതുവരെ നിങ്ങൾ സസ്പെൻഷനിലായിരിക്കും. അത് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സസ്പെൻഷൻ ഓർഡർ മെയിൽ വഴി അയച്ചു തരും. വിജിലൻസുമായി സഹകരിച്ചതിന് നന്ദി. ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് സന്തോഷമായി. നിങ്ങളെല്ലാവരും എന്നെ കൈക്കൂലിക്കാരനൊന്നും വിളിച്ച് കുറെ കളിയാക്കിയിട്ടില്ലേ? പക്ഷേ ഇന്ന് വരെ എന്നെ ഒരുത്തനും കൈയോടെ പിടിച്ചിട്ടില്ല. കാരണം എനിക്ക് പെട്ടുപോവാതെ കാശ് വാങ്ങാനുള്ള ബുദ്ധിയുണ്ട്. സ്റ്റേഷന്റെ അകത്ത് തന്നെ വെച്ച് കാശ് വാങ്ങുന്ന ഇവളെ എന്തു പറയാനാ? ഇനി നാട്ടുകാരെ മാധവൻ സാറിനെ കുറിച്ച് എന്തു പറയാവോ? ഇത്രയും സത്യസന്ധനായ ഒരു പോലീസുകാരന്റെ മകള് ഇങ്ങനെ ഒരു കൈക്കൂലിക്കാരിയായി പോയല്ലോ. ഇനി മാധവൻ സാറും കൈക്കൂലി വാങ്ങിയിരുന്നാവോ? ചിലപ്പോ പിടിക്കപ്പെടാതെ പോയതായിരിക്കും. ഇവളെക്കാളും ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. കക്കാനും നിൽക്കാനും അറിയായിരിക്കും. നിർത്തണോ? ഒരാൾ ഇവിടെ തകർന്നു നിൽക്കുമ്പോ തന്നെ വേണം തന്റെ ഡയലോഗ്. ഇനി താനാണോ ഇതിന്റെ പിന്നില്? ഇനി അതും എന്നെ നെച്ചത്തേക്ക് കയറ്റിക്കോ. എനിക്ക് ഇതിലൊരു പങ്കുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ വിജിലൻസുകാരെ കണ്ണിനേരെ കണ്ടൂടാ. എനിക്ക് കേട്ടിട്ടത്ര വിശ്വാസം പോരാ. സാറ് വിശ്വസിക്കണ്ട. ഇത് ദൈവമായിട്ട് ഇവൾക്ക് കൊടുത്ത പണിയാ. മാധവന്റെ മോളാണെന്നും പറഞ്ഞ് ഇവള് കുറെ ഞെളിഞ്ഞു നടന്നില്ലേ? ആ അഹങ്കാരം ഇപ്പൊ ഒറ്റടിക്ക് തകർന്നില്ലേ?
ഇനി നിന്നെ കുറിച്ചും നിന്റെ അച്ഛനെ കുറിച്ചും നാട്ടുകാരെ എന്തൊക്കെ കഥകൾ പറഞ്ഞു നടക്കുന്നു നീ ഒന്ന് ആലോചിച്ചു നോക്ക്. സർ, ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിയിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയില്ല മോളെ. നീ തെറ്റൊന്നും ചെയ്യില്ല. ഇതാരോ മഞ്ജുവിനെ കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്താ സാറേ. ആർക്കാടോ ഇവളോട് ഇത്ര ദേഷ്യമുള്ളത്? ഗിരിക്ക് ഒരു പോലീസുകാരെ കല്യാണം കഴിക്കേണ്ടി വന്നാലേ അവന് നല്ല നാണക്കേടുണ്ട്. നിന്നെ കൈക്കൂലി കേസിൽ കുടിക്കുക, നിന്റെ ജോലി പോവും. അതിന് അവൻ കളിച്ച കളിയാണെങ്കിലോ ഇതൊക്കെ. ഗിരിയേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല സർ. അത് ശരിയാ, ഗിരിയേട്ടൻ ഇത്ര തറപ്പണികളൊന്നും ചെയ്യില്ല. അത് ഫ്രാൻസിസ് സാറിനെ പറ്റൂ. ഫ്രാൻസിസ്, താൻ പോകാൻ നോക്ക്. ഞാൻ പോവാം, നീയും പോകാൻ നോക്ക്. സസ്പെൻഷൻ കിട്ടുന്ന സ്ഥിതിക്ക് കുറെ കാലം വീട്ടുജോലി ചെയ്തേ നല്ല വീട്ടമ്മയാവാൻ നോക്ക്. ഗിരിയും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും.